ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് കടത്തിയ മാരക ലഹരിമരുന്നായ മെത്താഫെറ്റമിൻ കേസിലെ പ്രധാന സൂത്രധാരനെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കോട്ടക്കരി വളയങ്കോട് സ്വദേശി ഫിദ മൻസിലിൽ ഫസലുദ്ദീനാണ് ഇരിട്ടി പോലീസിന്റെ പിടിയിലായത്. ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സിജിത്ത് വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മറ്റൊരു പ്രതിയായ ഡെന്നി അബ്രഹാമിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഫസലുദ്ദീനെ കുറിച്ചുള്ള നിർണായക വിവരം ലഭിച്ചത്. തുടർന്ന് പ്രതികളുടെ ഫോൺ കോളുകളും ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളും കേന്ദ്രീകരിച്ച് ഇരിട്ടി പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഡെന്നി അബ്രഹാമിനെ ചോദ്യം ചെയ്തതിൽ നിന്നും വിദഗ്ധമായ അന്വേഷണത്തിൽ നിന്നും ഫസലുദ്ദീൻ പലതവണകളായി ബാംഗ്ലൂരിൽ നിന്നും മെത്താഫെറ്റമിൻ കേരളത്തിലേക്ക് കടത്തിയതായി കണ്ടെത്തി. പിടിയിലായ ഫസലുദ്ദീൻ ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ജില്ലാ പോലീസ് മേധാവി ഉമേഷ് ഗോയലിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇരിട്ടി ഇൻസ്പെക്ടർ സിജിത്ത് വിയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വിജയൻ പി കെ, ASI ബിജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഹാബ് എന്നിവരടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘമാണ് പരിശോധനയ്ക്കും അറസ്റ്റിനും നേതൃത്വം നൽകിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമിനും ഇരിട്ടി പോലീസിനും ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2026 ജൂൺ 22 വൈകുന്നേരം നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരിക്കടത്ത് പുറത്തായത്. ആര്യ ട്രാവൽസ് ബസ് തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിലാണ് നിരോധിത ലഹരിമരുന്നായ മെത്താഫെറ്റമിൻ കൈവശം വെച്ച് കടത്തുകയായിരുന്ന പടിയൂർ സ്വദേശി ഡെന്നി അബ്രഹാം പിടിയിലാകുന്നത്. 2006 ടാക്സി ഡ്രൈവറായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യവേ മംഗലാപുരം സ്വദേശിയായ അഷ്റഫ് എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഫസലുദ്ദീൻ പ്രതിയായിരുന്നു. ഈ കേസിൽ 10 വർഷത്തോളം സൗദിയിലെ ജയിലിൽ കഴിഞ്ഞ ഇയാൾ ഒടുവിൽ സന്നദ്ധ സംഘടനകൾ ഇടപെട്ട് 80 ലക്ഷം രൂപ മോചനദ്രവ്യം നൽകിയാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു. 2023 ബംഗളൂരിൽ സുഹൃത്തിന്റെ ചായക്കടയിൽ ജോലി ചെയ്യുന്നതിനിടെ 50 കിലോ കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ബംഗളൂരിലെ ഒളിമാവൂർ പോലീസ് സ്റ്റേഷനിൽ ഇയാൾ അറസ്റ്റിലായി. തുടർന്ന് 3 വർഷത്തോളം ബാംഗ്ലൂർ ജയിലിൽ കഴിഞ്ഞ ഇയാൾ ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ജയിൽ മോചിതനായി നാട്ടിലെത്തിയത്. ബാംഗ്ലൂർ ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇരിട്ടി ടൗണിൽ തട്ടുകട നടത്തി വരികയായിരുന്നു ഫസലുദ്ദീൻ. 3 വർഷം ബംഗളൂരിൽ ജയിലിൽ കിടന്നപ്പോഴാണ് വൻകിട മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധം സ്ഥാപിച്ചത് എന്ന് പോലീസ് കണ്ടെത്തി. തട്ടുകട മറയാക്കി ഇയാൾ മെത്താഫെറ്റമിൻ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ വ്യാപകമായി വിറ്റഴിച്ചുവെന്നും പോലീസ് കണ്ടെത്തി. ഇരിട്ടിയിൽ മാത്രമല്ല, തളിപ്പറമ്പ്, മട്ടന്നൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഉപഭോക്താക്കളും ഏജന്റുമാരും ഫസലുദ്ദീനെ തേടി തട്ടുകടയിൽ എത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. ഇവർക്ക് വൻതോതിൽ മെത്താഫെറ്റമിൻ കൈമാറിയിരുന്നതായും പോലീസ് കണ്ടെത്തി. ബാംഗ്ലൂരിൽ ജയിലിൽ നിന്നും പരിചയത്തിലായ ലഹരി ശൃംഖലയെ ഫസലുദ്ദീൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ രഹസ്യ നീക്കത്തിലൂടെയാണ് പ്രതിയെ വലയിലാക്കിയത്. ലഹരി മാഫിയയുടെ പ്രധാന കണ്ണികളായ പ്രതികളെ സഹായിച്ചവരെയും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയവരെയും കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും ഇരിട്ടി പോലീസ് ഇൻസ്പെക്ടർ വി സിജിത്ത് അറിയിച്ചു. ഏജന്റ് ന്യൂസ്, ഇരിട്ടി.